തളർവാദ രോഗിയോട് യേശു പറഞ്ഞ ആദ്യത്തെ വാക്ക്. യേശു ആദ്യം പറഞ്ഞ വാക്ക് ഏതാന്ന് പറ. നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ആ അഭിപ്രായമുള്ള ഒരു കൈപൊക്ക്. കിടക്കെടുത്ത് നടക്കാൻ അഭിപ്രായം, ഇങ്ങനെ പൊക്ക്. എത്ര ഇനി എന്താണ് പറഞ്ഞത്? നീ പൊക്കാത്തൊരു പൊക്ക്. ധൈര്യമായിട്ട് പൊക്കിക്കോ. അവർക്ക് ഒരു അനുഗ്രഹവും കിട്ടില്ല കേട്ടാ. കാരണം നമുക്ക് അതിനെക്കുറിച്ച് എത്ര എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്തയിലിരിക്കാൻ ഒന്നും കിട്ടില്ല. അനുഗ്രഹം ഉണ്ടാവില്ല. അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. നമുക്ക് എന്തെങ്കിലും അറിയണം തമ്പുരാനെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? തളർവാദ രോഗിയോട് യേശു പറഞ്ഞ ആദ്യത്തെ വാക്ക്. ഒരു വാക്കാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെല്ലാവരും വാചകമാണ് പറഞ്ഞത്. ഏറ്റവും ആദ്യത്തെ വാക്ക്, ഒരു വാക്ക്. എൻ്റെ അമ്മമാരെ, നിങ്ങൾ ഒരു വാക്ക് പറയേണ്ടടുത്ത് ഒരു വാക്ക് പറയാൻ പഠിച്ചാൽ കുടുംബത്തിൻ്റെ പകുതി വഴക്ക് തീരും. പകുതി വഴക്ക് തീരും. നിങ്ങൾ വഴക്ക് തുടങ്ങുമ്പോഴേക്കും കെട്ടിക്കൊണ്ടു അന്ന് തൊട്ടുള്ളത് പറയണേ. എന്നിട്ട് ഓരോ ദിവസത്തെ വിളിച്ചു പറയും, അന്ന് അങ്ങനെ ചെയ്തില്ലടോ, ഇന്നിങ്ങനെ ചെയ്തില്ലടോ. എന്തൊക്കെ നിങ്ങൾ പറയണം എൻ്റെ സഹോദരിമാരെ. ഒരു വാക്ക്, ആ വാക്ക് പറഞ്ഞാൽ മതി. അധികമൊന്നും പറയണ്ട. ഒറ്റ വാക്ക്. എന്താണ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം എടുക്ക്, 9-ാമത്തെ അധ്യായം എടുക്ക്, 2-ാമത്തെ വാക്യം നോക്കി വായിക്കേ. യേശു അരുളി ചെയ്തു. അടുത്ത വാക്ക് മാത്രം പറഞ്ഞാൽ മതിട്ടാ, വാചകമൊന്നും നോക്കണ്ട. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. യേശു അവനോട് അരുളി ചെയ്തു, മകനെ ധൈര്യമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ വാക്ക് മകനെ. ആദ്യത്തെ വാക്ക് ഏതാ? മകനെ. അടുത്ത വാക്ക് ധൈര്യമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു അവനോട് പറഞ്ഞത് മകനെ ധൈര്യമായിരിക്കുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ യേശുനാഥൻ രോഗിയെ സുഖപ്പെടുത്തുകയാണ്. ഒരു ഡോക്ടറിന്റെ ജോലിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഡോക്ടറായിട്ടാണ് യേശു അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? രോഗീനെ സുഖപ്പെടുത്തുന്ന ആളുടെ പേരെന്താ? അപ്പൊ അത് പറയാത്ര വിഷമമുണ്ടാ? അപ്പൊ യേശു 9-ാമത്തെ അധ്യായത്തിൽ ആരാ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഡോക്ടർ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ യേശുനാഥൻ പ്രൊഫസറാണ്, ടീച്ചറാണ്, പഠിപ്പിക്കുകയാണ്. മലയിലെ പ്രസംഗമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മലയിലെ പ്രസംഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമാണത്. ഇന്ന് ലോകത്തിൽ നടക്കാൻ പോകുന്നതും നടന്നതിൽ വെച്ചും ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ഏതാണെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായമാണ്. ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യേശുനാഥനാണ്. അതിനേക്കാൾ വലിയ സുവിശേഷ പ്രഘോഷകനില്ല. 3 ദിവസമാണ് ജനങ്ങള് ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇയാളുടെ മുഖത്തേക്ക് ഇതിങ്ങനെ നോക്കിയിരുന്നു. ഒന്നും ആലോചിച്ച് നോക്കി, എന്ത് പ്രഘോഷണമായിരിക്കും അത്. എല്ലാവരും ഭക്ഷണം പോലും കഴിക്കാണ്ട് മതിമറന്ന് സുവിശേഷകന്റെ മുമ്പിലിരുന്നു. അതിനേക്കാൾ വലിയ സുവിശേഷ പ്രഘോഷണം ഉണ്ടോന്ന്? സാധാരണ ജനങ്ങളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതാണ് സുവിശേഷ പ്രഘോഷണം. വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്, വളരെ സിമ്പിള്. അപ്പൊ 5-ാം അധ്യായമാണ് സുവിശേഷത്തിന്റെ സുവിശേഷം. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോസ്പൽ, ഗോസ്പൽ ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിന്റെ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. അപ്പൊ ബൈബിൾ ഒന്നും വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ 5-ാം അധ്യായം വായിച്ചാൽ തന്നെ സുവിശേഷം പൂർണ്ണമായി എന്നാണ് പറയുന്നത്. കാരണം അത് സുവിശേഷത്തിന്റെ സുവിശേഷമാണ്, ഗോസ്പൽ ഓഫ് ഗോസ്പൽ. 5-ാം അധ്യായം 5ഉം 6ഉം വചന പ്രഘോഷണമാണ്. 5ഉം 6 ഏതാ? ഉറക്കപ്പറ. വചന പ്രഘോഷണം. 7, 8, 7ന്റെ പകുതി മുതൽ 8, 9 അധ്യായങ്ങളില് അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. അപ്പൊ നോക്കണം സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം വചന പ്രഘോഷണം. അതങ്ങൾ കഴിയുന്നോടുകൂടി 7-ാം അധ്യായത്തിന്റെ പകുതിയോടുകൂടി അത്ഭുതങ്ങൾ ആരംഭിച്ചു. 8-ാം അധ്യായത്തിലാണ് വചനം കൊണ്ട് സാത്താനെ പുറത്താക്കണത്. വചനം കൊണ്ട് അല്ലേ? സാത്താൻ ബാധിച്ച ഒരാള് അവിടെ വരുന്നുണ്ട് അല്ലെ? കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് കൊണ്ടുവരുന്നില്ലേ?
അപ്പൊ സാത്താൻ പറയണ ഞങ്ങളുടെ കാര്യത്തില് ഇടപെടരുത്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് ഒന്ന് വിടാൻ പറയാണ്. അല്ല ശരിയല്ലേ? അപ്പൊ യേശു പറഞ്ഞു പൊക്കോളാൻ. അപ്പൊ എത്ര പന്നികളുണ്ടായിരുന്നു പറയണത്? മാർക്കോസ് 5:13 ഒന്ന് വായിക്കാവോ? ഏകദേശം 2000 പന്നികളാണ് ഒരു മനുഷ്യനിൽ നിന്ന് പോയ സാത്താൻ പ്രവേശിച്ചത്. എത്രണ്ണത്തിന്റെ കൂടെയാ? 2000. പന്നിയിറച്ചി കഴിച്ചിട്ടുള്ളവരൊന്ന് കൈപോക്കിയും. പന്നിയിറച്ചി തിന്നിട്ടുള്ളവര് എൻ്റെ അമ്മ അടിപൊളി. 1 കിലോ ഇറച്ചിക്ക് എന്ത് വിലയുണ്ട്? 250. ഒരു പന്നി ഏകദേശം ഒരു 500 കിലോ ഒക്കെ ഉണ്ടെന്നാ പറയണത്. ഇപ്പോ ഈ ചീമപ്പന്നികളൊക്കെ 500 കിലോന്റെ ഒക്കെയാണ് ഇപ്പൊ വെട്ടണേ. എത്രയുണ്ടാവും? 200, 250 ഉണ്ടാ? 250 വെക്കാം നമുക്ക്. 250. അപ്പൊ ഒരു പന്നിക്ക് 250, 1 കിലോന് 250 രൂപ. അങ്ങനെ 250 കിലോ തൂക്കുള്ള പന്നിക്ക് 250 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര രൂപ ഉണ്ടാവും ഒരു പന്നിയുടെ വില? 6.5 ലക്ഷത്തിന്റെ അടുത്ത് വെക്കുക. 62 അല്ലെങ്കിൽ അല്ലെ 6.5 ലക്ഷം വെക്കും നമുക്ക്. 6.5 ലക്ഷം എത്ര പന്നിക്ക്? 100 പന്നിക്ക് അല്ലേ? ആണോ? ശരിയാണോ കൂട്ടുന്നത്? തെറ്റിനങ്ങ പറയണോണ്ടാ. അപ്പൊ 100 പന്നിക്ക് 6.5 ലക്ഷം. 1000 പന്നിക്ക 65 ലക്ഷത്തിന്റെ അടുത്ത് വരും. 2000 പന്നിക്ക 1,30,00,000. ഒരു മനുഷ്യന് ദൈവമിട്ട വിലയാണത്. ഓരോ കുഞ്ഞുങ്ങളെ കൊന്നുകളയുമ്പോൾ അമ്മമാര് മനസ്സിലാക്കണം, ദൈവം ഒരു കുഞ്ഞിനെ ഇട്ട വില ഏകദേശം ഒരു 1.25 കോടി രൂപയാണ്. ഏകദേശം ഇത്ര കാശ് നഷ്ടപ്പെട്ടപ്പോ അവിടെയുള്ളവർക്ക് പണം നഷ്ടപ്പെട്ട യേശുവിന് ഇഷ്ടമില്ല. നമ്മളൊക്കെ ധ്യാനിക്കാൻ വന്നത് പണം കിട്ടാൻ. പണം പോണ കർത്താവിനെ സെന്റ് ജോൺസിൽ വന്ന് ധ്യാനിച്ചു. നാളെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. പിന്നെ ആരെങ്കിലും ഒടുങ്ങി വരുമോ? നമുക്കൊക്കെ സമ്പത്തുണ്ടാവണം. അതിനാണ് നമ്മളൊക്കെ പറഞ്ഞിവിടെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോ അവിടെയുള്ള എല്ലാവരും കൂടി വന്ന് യേശുവിനോട് പറഞ്ഞു, നീ ഈ പ്രദേശം വിട്ട് പോണം. നീ ഈ പ്രദേശം വിട്ട് നഷ്ടപ്പെടുത്തുന്ന യേശുവിനെ ലോകം അംഗീകരിക്കില്ല എന്നുള്ള വ്യക്തമായ തെളിവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് നിങ്ങൾ നോക്കുക. 8-ാം അധ്യായം 34-ാം വാക്യം. 8-ാം അധ്യായം 34-ാം വാക്യം വായിക്കാവോ? ആ ആ ആ തൻ്റെ അതിര് വിട്ടു പോകണമെന്ന് അവരെല്ലാവരും അന്വേഷിച്ചു. കാരണം ഇത്രയും പണം നഷ്ടപ്പെട്ട ഒരു സാത്താനെ പുറത്താക്കാൻ, ഒരു അണ്ടറത്തിനെ പുറത്താക്കുമ്പോൾ പിന്നെ ആ പ്രദേശം തന്നെ ഉണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി. ഈ പണ്ട് നമ്മുടെ ഈ മൂവാറ്റുപുഴ തൊട്ട് കോട്ടയം വരെയുള്ള റോഡ് പൊളിച്ചു കിട്ടുകയായിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്. അപ്പം എൻ്റെ മകൾ ഇങ്ങനെ ബ്രില്യൻറ്റിൽ എൻട്രൻസ് ട്യൂഷൻ പഠിക്കാനായിട്ട് അവിടെ പോയി. അപ്പം ഞാൻ ഇടയ്ക്ക് അവളെ കാണാൻ പോകണമെങ്കിൽ അന്ന് തൊടുപുഴ കൂടിയേ പോവുക. മൂവാറ്റുപുഴ വന്നിട്ട് തൊടുപുഴയ്ക്ക് ബസ് കയറി അവിടുന്ന് പാലയിലേക്ക്. ഒരു ദിവസം ഞാൻ ഈ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി 2-3 മിനിറ്റ് കഴിഞ്ഞില്ലേ ബസ് ഇറങ്ങി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കേൾക്കണ സ്വരം, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. ഞാൻ ചുറ്റും നോക്കി, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. സാമ്പത്തികമായ തകർച്ചയുണ്ടാക്കുന്ന ജീസസിനെ ആർക്കും വേണ്ട. സ്റ്റാൻഡ് വിട്ടു പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ തിരിച്ചറിയുക, വചനപ്രഘോഷണത്തിന് ശേഷം അത്ഭുതങ്ങളുടെ പരമ്പരയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് വചനം പ്രഘോഷണം ഉണ്ടാവണം. വചനം കൊണ്ട് സാത്താനെ പുറത്താക്കണം. അപ്പൊ ഈ വചനം നമ്മൾ വ്യത്യസ്തമാക്കുകയാണെങ്കിൽ, ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ സൗഖ്യം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സൗഖ്യം കിട്ടണമെങ്കിൽ, രോഗങ്ങൾ വിട്ടുമാറണമെങ്കിൽ, സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മള് വചനം വായിച്ചുകൊണ്ടിരിക്കണം. വചനപ്രഘോഷണത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കെ പലരും സൗഖ്യപ്പെടും. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. വീട്ടിലെപ്പോഴും വചനം വെച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി അനുഗ്രഹങ്ങൾ കുടുംബത്തിലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ സൺഡേ മാസത്തിനൊക്കെ പോവില്ലേ? സൺഡേ കുർബാനയ്ക്ക് പോവില്ലേ? ഞായറാഴ്ച പോവില്ലേന്ന്? അവിടെ വൈദികൻ വചനം വായിക്കണ ഒരു സമയമുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വചനം എടുത്തിട്ട് വായിക്കണ കണ്ടിട്ടുണ്ടോ? എത്ര ആള് കണ്ടിട്ടുണ്ടത്? അപ്പോഴെങ്കിലും പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ദേവാലയത്തിലെത്തണം. എന്നാലാണ് നമ്മൾ ആ ദിവ്യബലിയിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ദേവാലയത്തിലെത്തിയിട്ട് മുറ്റത്ത് നിന്നാ പോരാ, അകത്തേക്ക് കയറണം. യാക്കോബായ പള്ളികളിൽ ഒട്ടുമിക്ക പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എന്നെ ധ്യാനിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലാസ്സിന് വിളിക്കപ്പോഴാണെന്നറിയോ നിങ്ങൾ? ഈ കുർബാന കഴിഞ്ഞ് കഞ്ഞുകുടിയുണ്ട്, അത് കഴിഞ്ഞ ഉടനെ ക്ലാസ്, എന്നാലും എല്ലാവരും കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അച്ഛന്മാര് പറയണത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പള്ളിക്ക് ആ കുർബാന നടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുക. അത് കഴിഞ്ഞ ഉടനെ ക്ലാസ് ആണല്ലോ. പിന്നെ ഒട്ടും കുറച്ച് നേരമേക്ക് എല്ലാവരും പോവും. അതിന് മുമ്പ് നമ്മൾ ചെല്ലണം അവിടെ. അപ്പൊ ഞാൻ അതിന് മുമ്പ് അവിടെ ചെല്ലും. ഞാൻ അവിടെ ചെല്ലുമ്പോ നമ്മുടെ എല്ലാ ദേവാലയത്തിൻ്റെയും ഇങ്ങനെ ഹാള് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വലിയ വരാന്ത ഉണ്ടാവും. ഈ ഹാളിനേക്കാളും വലുതാണ് വരാന്ത അപ്പുറത്തുള്ളത്. അവിടെയാണ് സകലമാനം ജനങ്ങൾ നിൽക്കണതാണ്. അകത്ത് 4 പിള്ളേരുണ്ടാവും. യേശുനാഥൻ ശരീരമായി അൾത്താരയിലേക്ക് കടന്നു വരുമ്പോ സ്വന്തം പിതാവായ ദൈവം വന്ന് നിൽക്കും മദ്ബഹയിലെ മകന്റെ ബലി കാണാൻ. യഥാർത്ഥമായ ബലി അനുഭവിച്ചത് മാതാവ് വന്ന് നിൽക്കും അൾത്താരയില്. ആ സമയത്ത് സ്വർഗീയ വൃന്ദങ്ങൾ അണിനിരക്കും, മാലാഖ വൃന്ദങ്ങള്. അതുപോലെ വിശുദ്ധന്മാര്, സഹോദരിമാരെ, എന്തുകൊണ്ട് നമ്മുടെ സഭയില് തകർച്ചകൾ അനുഭവപ്പെടണോ? വർഷങ്ങളായി നമ്മളെ സഭയില് അവഹേളനം മാത്രം. അവഹേളനം, ദിവ്യബലിയോടുള്ള അവഹേളനം സഹിക്കാൻ പറ്റില്ല തമ്പുരാന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റം സംഭവിക്കണം, മാറ്റങ്ങൾ സംഭവിക്കണം. അതിവിശുദ്ധമായ സ്ഥലമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്. ഇത് വിശുദ്ധ സ്ഥല. അതിന്റെ കർട്ടനിട്ടിട്ട് ഇങ്ങനെ മദ്ബഹ അടച്ചിട്ടുണ്ട് ഇല്ലേ? ശീലിട്ടിട്ട് അടച്ചിട്ടില്ലേ? അത് അതിവിശുദ്ധ സ്ഥലം. നമ്മളിവിടെ നിൽക്കണം അടുത്ത്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് സദാസമയം പിതാവായ ദൈവത്തിന്റെ സാമീപ്യമുണ്ട്, സാന്നിധ്യമുണ്ട്. അവിടെ ചേർന്ന് നിൽക്കണം. സഭയിലുള്ളവർ ചേർന്ന് നിൽക്കണം. അകന്നു മാറിയപ്പോ തമ്പുരാന് മനസ്സിലായി ഇവർക്കൊന്നും ഇനി പള്ളിയുടെ ആവശ്യമില്ലാന്ന്. അതാ ഉണ്ടായത്. സഹോദരി സഹോദരന്മാരെ, ദേവാലയത്തിന്റെ അകത്ത് കടക്കാൻ മടിച്ചവരുണ്ട് നമ്മള്. ഒരു തലമുറ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കരയേണ്ട സമയമായി. സഹോദരി സഹോദരന്മാരെ, തിരിച്ചു വരേണ്ട സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവഹേളനം തമ്പുരാനോട് ഉണ്ടാവരുത്. എൻ്റെ ദേവാലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്ന് വചനത്തിലൂടെ രേഖപ്പെടുത്തിയ സത്യങ്ങൾ അതൊക്കെ. അതുകൊണ്ട് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടക്കണം. മടിയുണ്ടാവരുത്. വചനപ്രഘോഷണത്തിന് ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുക ദിവ്യബലിയിലാണെന്നുള്ള സത്യം സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയണം. ഓരോ ബലി കഴിയുമ്പോഴും നമുക്ക് ശക്തി കൂടുതലായിട്ടില്ലെങ്കിൽ ആ ബലിക്ക് യാതൊരു അർത്ഥവുമില്ല, ആ ആരാധനയ്ക്ക് ഒരു അർത്ഥവുമില്ല. ശക്തി സംഭരിക്കണം. ഓരോ ഞായറാഴ്ചയും ഈ മദ്ബഹയിൽ നിന്ന് തമ്പുരാന്റെ ശക്തി അനുഭവിച്ചിട്ട് വേണം കടന്നു പോകാൻ നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ തളർവാദ രോഗിയുടെ കാര്യം പറഞ്ഞത് അല്ലേ? തളർവാദ രോഗീനെ കൊണ്ടുവന്നു എന്നല്ലേ പറഞ്ഞേ? എത്ര പേര് കൊണ്ടുവന്നു? 4 പേര് കൂടി ആരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു? യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? ആത്മീയ തളർവാദ. എല്ലാ യാക്കോബായ മക്കൾക്ക് ആത്മീയ തളർവാദം പിടിപെട്ടിരിക്കുക. ഇവരെയൊക്കെ ഒന്ന് ആത്മീയമായിട്ടൊന്ന് ഉണർത്തണ്ടേ സഹോദര സഹോദരി, എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഇവരെ ഉണർത്തണ്ടേന്ന്. അവരെ ഉണർത്താൻ ആരല്ല? 4 പേര്. അതാരാ? ഈ 4 പേരാണ് ഒരാളെ കൊണ്ടുവരണ്ടേന്ന്. ആ ആത്മീയ ഉണർച്ച, ആ തളർച്ചയെന്ന് സുഖപ്പെടുത്തുന്ന സ്ഥലമാണ് സെന്റ് ജോൺസ് ധ്യാന കേന്ദ്രം. 4 പേര് ഒരാളെ കൊണ്ടുവരണം അടുത്ത ധ്യാനത്തിന്. എന്നെ നോക്കി പല്ല് കടിക്കണ്ട. തളർവാദം മാറണമെങ്കിൽ
ഓരോരുത്തരും ഒരാളെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ അത്രയും നന്നായി. നമ്മുടെ ഭാര്യേനെ മതി, നമ്മുടെ ജ്യേഷ്ഠനെ മതി, നമ്മുടെ അനുജനെ മതി. നമ്മൾ ലോകത്തുള്ള എല്ലാവരും പിടിച്ചുകൊണ്ടുവരൊന്നുമില്ല, കൊണ്ടുവന്നാൽ നല്ലത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, ആത്മീയ വളർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾ കുറച്ചു പേരെങ്കിലും കൊണ്ടുവരുന്ന സഹോദരി സഹോദരന്മാരെ, അവരനുഭവിക്കട്ടെ. പുറത്തുനിന്ന് കാണുമ്പോൾ സെന്റ് ജോൺസ് മിഷൻ അത് വേറൊരു പക്ഷെ അനുഭവിച്ചവരാരാ? നിങ്ങളാ. ആ 4 പേർക്ക് നല്ല ഉറപ്പാണ്. എന്ത്? യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാല് ഇവന്റെ തളർവാദം മാറുന്ന നല്ല ഉറപ്പുണ്ട്. അവർക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്നത്, അല്ലേ? അപ്പോ അവിടുത്തെ വീട്ടുകാരെന്ത് ചെയ്തു എന്നറിയോ? ഇയാൾക്ക് സുഖം കിട്ടാൻ വേണ്ടി വീടിന്റെ മേൽക്കൂര പൊളിക്കാൻ സമ്മതം കൊടുത്തു. ഒരാളുടെ സൗഖ്യം കിട്ടാൻ മേൽക്കൂര പൊളിക്കാന്ന്. ആ മനുഷ്യനെ എത്ര സ്തുതിച്ചാലും തീരില്ല. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു പ്രാർത്ഥനാ യോഗം നടത്താൻ അച്ഛൻ തീരുമാനിച്ചു. നമ്മുടെ ഇടവകയിൽ 200 പേരുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ 200 പേര് നമ്മുടെ വീട്ടിൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ നടവാതിൽ അങ്ങോട്ട് പൊളിച്ചു മാറ്റിയിട്ട് എല്ലാവരും അങ്ങോട്ട് അകത്തേക്ക് കടത്താൻ തയ്യാറുള്ളവരൊന്ന് കൈപ്പൊക്കിയത് നോക്കട്ടെ. ഒരെണ്ണല്ലിയ. അവൻ നിങ്ങളെക്കാൾ എത്ര ഉയരത്തിലായിരിക്കും ആ മനുഷ്യൻ. മേൽക്കൂര പൊളിച്ച, നടവാതിൽ പൊളിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ, ഒരു പ്രശ്നമില്ല. മേൽക്കൂര പൊളിച്ച മഴ പെയ്താലും വെയിലുണ്ടായാലും ഒക്കെ. പിന്നെ വീടെന്ന് പറയാൻ പറ്റില്ല. മേൽക്കൂര ഇല്ലാത്തന്നെ വീടെന്ന് പറയാൻ പറ്റുമോ? വീടിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ തരുന്ന സ്ഥലമാണ് മേൽക്കൂര. അത് പൊളിക്കാൻ അയാൾ തയ്യാറായിന്ന്. എന്റെ സഹോദരി സഹോദരന്മാരെ, അയാളാക്കിയാൽ വലുത് ആരല്ല ഈ ലോകത്തിലെ? ചിന്തിക്കണം നമ്മള്. അപ്പോ ആ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് നഷ്ടം വന്നാലും ഒരു മനുഷ്യന്റെ സൗഖ്യത്തിന് ഞാൻ കാരണമാവാൻ തയ്യാറാ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഈ കുഞ്ഞു പിള്ളേരെ, ഒരു 10 പിള്ളേരെ അടുത്ത ധ്യാനത്തിന് കൊണ്ടുവരുമ്പോ അവിടെയാണ് കളി. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം, പഠിക്കുന്ന സ്ഥലത്തുനിന്ന്, നമ്മുടെ ബന്ധു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരോട് നോക്കി നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. 2 ദിവ്യബലിയ ഈ ധ്യാനത്തില്. 2 തവണ തൈലാഭിഷേകം. എവിടെ പോയാൽ കിട്ടും നമുക്ക്? ഇതെല്ലാം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഈ ധ്യാന കേന്ദ്രം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവൻ അങ്ങോട്ട് ഇറക്കി, 4 പേര് കൂടി ഇറക്കി. എന്നിട്ട് അവനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക. രോഗം വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപ്പൊക്കിയാൽ. എപ്പോഴെങ്കിലും ഒരു അസുഖമൊക്കെ വന്നിട്ടുള്ള ഒരു ജീവിതത്തിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. കൈതാധികം. ഈ കൊച്ചിന് മാത്രം 2 എണ്ണത്തിന് അസുഖം വന്നിട്ടില്ല. അപ്പൊ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസുഖം വന്നിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കിയാൽ. എത്ര ആളുണ്ടാവട്ടെ? എന്നാമേ വരാണ്ടും പോയിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോ ഒരു പനി അല്ലെങ്കിൽ ഒരു ചുമ, ഒരു അസുഖമായിട്ട് നിങ്ങൾ ചെന്നപ്പോ നിങ്ങളെ കണ്ട വഴിക്ക് ഡോക്ടർ പറയാണ്, മകനെ ധൈര്യമായിരിക്കുക, മകളെ ധൈര്യമായിരിക്കുക. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്ന് ഒരു ഡോക്ടറും പറയാത്ത കാര്യം ഈ ഡോക്ടർ പറയണേ. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ധ്യാനിച്ചിട്ട് എന്താണ് ഈ ഡോക്ടർക്കുള്ള പ്രത്യേകത? എന്താണ് ഈ ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം? ഈ ഡോക്ടറാണ് ഈ രോഗിയെ സൃഷ്ടിച്ചത്. സ്രഷ്ടാവാണ് സൃഷ്ടിയോട് ഇത് പറയണേ. അപ്പൊ അതിലെന്തോ പ്രത്യേകതയുണ്ട്. ഉണ്ടാക്കിയ ആൾക്കാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുള്ളൂ. അപ്പൊ അയാൾക്ക് അത് പറഞ്ഞാൽ എന്തോ അർത്ഥമില്ലാണ്ട് അയാൾ അങ്ങനെ പറയില്ല. അത് അറിയണമെങ്കിൽ നമ്മളെങ്ങനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ അറിയണം. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് അറിയാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവാണ്. ഉൽപ്പത്തി 2:6. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് ഏതുകൊണ്ടാ? ഭൂമിയിലെ മണ്ണ് അല്ലെങ്കിൽ പൊടി. ഭൂമിയിലെ പൊടി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എഴുതണ പുസ്തകത്തിൽ എഴുതാം, മനുഷ്യൻ ഈസ് ഈക്വൽ ടു ഭൂമിയിലെ മണ്ണ് അല്ലെങ്കിൽ ഭൂമിയിലെ പൊടി.
നിലത്തെ പൊടി കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയത്.